ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മട്ടൻ കറിയാണ്. അതിന് വേണ്ട ചേരുവകൾ: മട്ടൻ ഒരു 3/4 കിലോ, 3 സവാള, അടുത്തതായി കുറച്ച് കൊച്ചുള്ളി, അതൊരു 4-5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, അതൊരു കുറച്ച് ടേസ്റ്റിന് വേണ്ടി മാത്രം, ഒരു തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി പൊടികൾ: മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 മതിയാകും. പിന്നെ പുതിനയില, മല്ലിയില ആവശ്യത്തിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കൂടെ കറിവേപ്പില. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കുന്നത് എടുക്കാം. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാനാണ്. അതാണ് കുറച്ചും കൂടി നാച്ചുറൽ ടേസ്റ്റ് മട്ടൻ കറിക്ക് തരുന്നത്. അടികട്ടിയുള്ള ഒരു പാൻ എടുക്കുക. പാൻ ചൂടാകുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അത് കറി വെക്കുമ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കാതെ സഹായിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി ആദ്യം ഇടുന്നത് സവാളയേക്കാൾ ചെറിയ ഉള്ളിക്ക് കുറച്ച് സമയം കൂടുതലെടുക്കും ഒന്ന് വഴന്നു വരാൻ. അതുകൊണ്ടാണ് ആദ്യം ചെറിയ ഉള്ളി ഇടുന്നത്. ചെറിയ ഉള്ളി ഒന്ന് വഴന്നു വന്നിട്ട് നമുക്ക് സവാള ഇടാം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിൽ കൂടുതൽ സവാള വഴന്നു വരാൻ കാത്തിരിക്കേണ്ടതില്ല. ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ നിന്ന് 4 പച്ചമുളക് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ച് കറിവേപ്പില ഇടാം. നന്നായി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിൽ പൊടികൾ ഇടാൻ പോവുകയാണ്. കാരണം ഞാൻ ഇനി കുക്കറിൽ വെച്ച് മട്ടൻ പ്രത്യേകിച്ച് വേവിക്കുന്നില്ല, ഇതിൽ തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിൽ കിടന്ന് വെന്തു വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സവാളയും വെന്തു പോകും. അതുകൊണ്ട് നമുക്കൊരു കൂടുതൽ വഴണ്ട് വരേണ്ട ആവശ്യം ആദ്യമേ സവാളയ്ക്കില്ല. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം. പൊടികൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഫ്ലെയിം കുറച്ചു വെക്കണം, അല്ലെങ്കിൽ ആ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ഇടാം. കുരുമുളക് പൊടി ഇടാം. നമുക്കൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം ഒരു മണത്തിനായിട്ട്. അതൊരു അഡീഷണൽ ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഏകദേശം തക്കാളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് മട്ടനിൽ കിടന്ന് നന്നായി വെന്തു വന്നോളും. ഇവിടെ ഞാനൊരു അല്പം നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ സഹായിക്കും. ഇതും ഒരു അഡീഷണൽ ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മട്ടൻ ആഡ് ചെയ്യാം. നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം, മസാലയും മട്ടനുമായിട്ട്.
ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം അത് ഇതിൽ തന്നെ, ഈ പാത്രത്തിൽ തന്നെ കിടന്ന് ഈ മട്ടൻ വെന്ത് വരാൻ കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അതോടൊപ്പം കുറച്ച് ഗ്രേവി കിട്ടാനും ഇത് സഹായിക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സവാളയിൽ ആദ്യം നിങ്ങൾ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ ഉപ്പിട്ടാൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയിലയും മല്ലിയിലയും നമുക്ക് മാറ്റി വെക്കാം, അത് അവസാനം ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. ഞാനൊരു 4-5 കശുവണ്ടി 15 മിനിറ്റ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും ഒരു നല്ല ടേസ്റ്റിന് നല്ലതാണ്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മട്ടൻ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ. ഇത് ഈ കറിക്ക് ഒരു നല്ല തിക്നെസ് വരാൻ സഹായിക്കും. നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു നാരങ്ങ നീര് കൂടി പിഴിഞ്ഞൊഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മട്ടൻ നന്നായി വെന്ത് ടെൻഡർ ആവുമ്പോൾ നമുക്കതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്യാം. നമുക്കിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ചെറു തീയിൽ ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം. മട്ടൻ സ്ലോ കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റ് കൂടും. ഇപ്പോൾ നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മട്ടൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ നാടൻ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ ഞാനൊരു എഗ് ഫ്രൈഡ് റൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അടുത്ത ദിവസം വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ബൈ.